കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ നിങ്ങളെ കരം പിടിച്ച് നടത്തും. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടും. എൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിക്കും. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഞാൻ സകലത്തെയും ചമച്ചവൻ. എനിക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ശബ്ദം ഇന്ന് പകലും നമ്മുടെ കർണപുടങ്ങളിൽ ഒന്ന് മുഴങ്ങട്ടെ. എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു. ഞാൻ അവയെ പേര് ചൊല്ലി വിളിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കെല്ലാം പേര് വിളിക്കുന്ന ഒരു ദൈവം, അവയെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്ന ദൈവം. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മളെ അറിയാതിരിക്കുമോ? നമ്മുടെ പേരറിയാതിരിക്കുമോ? നമ്മുടെ തലമുറകളെ അറിയാതിരിക്കുമോ? സങ്കീർണമായ വിഷയങ്ങൾ അറിയാതിരിക്കുമോ? ഒന്ന് ചിന്തിക്കൂ പ്രിയ സഹോദരങ്ങളെ. നക്ഷത്രങ്ങളെ അറിയുന്ന ദൈവം നമ്മളെ അറിയത്തില്ലേ? സ്തോത്രം. കുരുകലിനെ അറിയുന്ന ദൈവം കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. കാക്കയുടെ കൂട്ടിൽ നിന്ന് അതിൻ്റെ കുഞ്ഞ് കാക്ക എന്ന് വിളിക്കുമ്പോൾ ആ വിളി കൊടാനുകൂടി കിലോമീറ്ററുകൾ കടന്ന് സ്വർഗത്തിലെത്തുമ്പോൾ അതിനു വേണ്ട തീനെത്തിച്ചു കൊടുക്കുന്ന, വേണ്ടതെത്തിച്ചു കൊടുക്കുന്ന, കാക്കയ്ക്ക് വേണ്ടത് കാക്കയ്ക്കും, സിംഹം ഇരയ്ക്കായി ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിനു വേണ്ടത് അതിൻ്റെ സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന ദൈവം. ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം കാണാതിരിക്കുമോ? നമ്മുടെ വിഷയങ്ങൾ അവിടുന്ന് അറിയാതിരിക്കുമോ? നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമോ? ശാന്തമായിട്ടൊന്ന് ചിന്തിക്കൂ. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു ദൈവമാണെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച വചനാധിഷ്ഠിതമായി ജീവിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വരുന്ന സകല വിഷയങ്ങളെയും എടുത്ത് മാറ്റുക മാത്രമല്ല, അവർക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചില വഴികൾ തുറന്ന് മാറായെ മധുരമാക്കി. ഷൂർ മരുഭൂമി അത്ര ആനന്ദകരമല്ലായിരുന്നു, പക്ഷേ ആ മാറായെ, ആ കയ്പിനെ മധുരമുള്ള വെള്ളമാക്കി മാറ്റി. ജീവിതത്തിൽ വരുന്ന ചില കയ്പിൻ്റെ വെള്ളങ്ങൾ എന്തിനാണെന്നറിയാമോ? മധുരമുള്ള വെള്ളം കുടിപ്പിക്കേണ്ടതിനാ. നോർമൽ വാട്ടർ കുടിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ മധുരമുള്ള വെള്ളത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചില മാറവരും. ഭയപ്പെടരുത്. മാറായുടെ നടുവിൽ നിങ്ങൾ കലങ്ങിപ്പോകരുത്. മാറ കഴിയുമ്പോൾ ഒരു മധുരമുണ്ട്. അത് കഴിയുമ്പോൾ ദൈവം അവരെ എലീമിലേക്ക് എത്തിച്ചു. സ്തോത്രം. മരുഭൂമിയിലൂടെ നടന്നും ക്ഷീണിച്ചും തളർന്നുമൊക്കെ ഇരിക്കുമ്പോൾ ഇനി ഒരു വിടുതൽ കാണത്തില്ലെന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ഇപ്പുറത്തൊരു എലിയുമുണ്ട്, 12 നീരുറവയുണ്ട്, ഈത്തപ്പഴങ്ങളുണ്ട്. എന്നുവെച്ചാൽ ശ്രേഷ്ഠകരമായൊരു ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിലും തൻ്റെ ജനത്തിനു വേണ്ടി നോക്കിപ്പാർക്കുന്ന, കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി നടത്തിത്തരാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രവൃത്തി ഇന്ന് പകലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്നുള്ളതിന് സംശയമില്ല. യിരെമ്യാ പ്രവചനം 10:13. അവൻ തൻ്റെ നാദം
പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ വളരെ ശക്തമായ ചില സന്ദേശങ്ങൾ ഇന്ന് പകൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു. വേദനിച്ചും ക്ഷീണിച്ചും തളർന്നും സഹിച്ചും അപമാനത്തിലൂടെയും കഷ്ടത്തിലൂടെയും കടന്നു പോകുന്നവർ, ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, അവരോടൊക്കെ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ സംസാരിക്കാൻ പോകുക. അതിവേഗമോടുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം, കുഴികളിൽ നിന്ന് കയറ്റുന്ന വചനം, സ്ഥിരമാക്കപ്പെട്ട വചനം, ആത്മാവിൽ സത്യമഞ്ചകളിൽ വേർപിടിവിക്കും വരെ തുളച്ചു കയറുന്ന വചനം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. ഇവിടെ ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം, അതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. യോബ് 32:5. നമുക്ക് ഗ്രഹിച്ചു കൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്നു, അസംഖ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ശബ്ദം. യോബിൻ്റെ പുസ്തകത്തിന് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ നാദം. ഇവിടെ അത് തന്നെ പറയും, ദൈവത്തിൻ്റെ നാദം പുറപ്പെടുമ്പോൾ ഒന്ന് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. നമുക്കറിയാം, താഴ്വരയിൽ അസ്ഥികൾ വർഷങ്ങളായി ചിതറിക്കിടക്കുന്നു, ഉണങ്ങിക്കിടക്കുന്നു, ഏറ്റവും വലുത്. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഒരു വലിയ മുഴക്കമുണ്ടായി എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഒരു വലിയ മുഴക്കമുണ്ടായി, ഭൂകമ്പത്തിൻ്റെ ശബ്ദമുണ്ടായി, മുഴക്കമുണ്ടായി. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുമ്പോൾ ഒരു മുഴക്കം. എന്തിനാണെന്നറിയാമോ? പൈശാചിക മേഖലകൾ മാറേണ്ടതിനാണ്, കൂടിച്ചേരേണ്ടതിനാണ്, എഴുന്നേൽക്കേണ്ടതിനാണ്, വെളിപ്പെട്ടു വരേണ്ടതിനാണ്. ആ ശബ്ദം ഇന്ന് പകൽ ഒരു മുഴക്കമുണ്ടാക്കാൻ പോകുകയാണ്. ചില ശക്തികൾ ഭയപ്പെട്ടോടേണ്ടത്, തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്ന ആരോഗ്യത്തെ, സൗഖ്യത്തെ, ബലത്തെ, സാമ്പത്തിക മേഖലയിലെ കുടുംബജീവിതത്തെ ഒക്കെ അസ്വസ്ഥമാക്കി പ്രാർത്ഥനാ ജീവിതത്തെ പോലും കെട്ടപ്പെടുന്ന അവസ്ഥയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയാതെ ശരീരത്തെയും മൈൻഡിനെയും ഒതുക്കുന്ന ചില മേഖലകളിലേക്ക് ആ ദൈവത്തിൻ്റെ ശക്തിയായ ശബ്ദം പുറപ്പെടുമ്പോൾ, മുഴക്കത്തിൻ്റെ ശബ്ദത്താൽ ചില ശക്തമായ വെല്ലുവിളികൾ മാറിപ്പോകുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ നാദത്താൽ മുഴക്കമുണ്ടാകുന്നു. 2, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. രണ്ടാമത്തെ ചിന്ത, കയറ്റുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. ഏതൊക്കെ അറ്റങ്ങളിൽ പോയ വിഷയമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വിഷയമാണ്, ഇനി നടക്കാത്ത വിഷയമാണ്, ഇനിയും അതിനകത്തൊരു സാധ്യതയില്ല, പക്ഷേ ആഴത്തിലുള്ളതാകട്ടെ, ഈ പകൽ ദൈവത്തിൻ്റെ നാദം, ശബ്ദം പുറപ്പെടുമ്പോൾ ദൈവം അതിനെ കയറ്റാൻ പോകുന്നു. ഏതെന്റിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ഈ പകൽ കയറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ തൻ്റെ ജനത്തിനു വേണ്ടി പുറപ്പെട്ടു വരിക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുന്നു. 2, കയറ്റുന്നു. 3-ാമത്തെ ഭാഗം, മഴയ്ക്ക് മിന്നൽ ഉണ്ടാക്കുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ചിലത് ഉണ്ടാക്കാൻ പോകുക. ദൈവത്തിൻ്റെ ശബ്ദം വരുമ്പോൾ ഉണ്ടാക്കുന്നു, സൃഷ്ടിക്കപ്പെടുന്നു. ഇതുവരെ കാണാത്തത്, നേരത്തെ എനിക്കറിയാമെന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്റെ ഐഡിയയ്ക്ക്, പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ, ചിന്തകൾക്ക് ഉള്ളിലുള്ളതല്ല, ചിന്തിക്കാത്ത ചിലത് ഭാവിക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, അഭിഷേകത്തിൻ്റെ ശക്തി നിൽക്കേണ്ടതിനു വേണ്ടി, ഹല്ലേലൂയ, ദൈവം ചിലത് ഉണ്ടാക്കാൻ പോകുക. വിശ്വസിക്കാമോ? എനിക്ക് വേണ്ടി ചിലത് ദൈവം സൃഷ്ടിക്കുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം സൃഷ്ടിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അടുത്തത്,
തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടും. 4-ാമത്തെ ചിന്ത, പുറപ്പെടുവിക്കുന്ന ദൈവം. സ്തോത്രം. അവിടുത്തെ ഭണ്ഡാരത്തിൽ നിന്ന് ഓർഡർ കൊടുക്കുമ്പോൾ ചിലത് പുറപ്പെടാൻ പോകുക. നമ്മുടെ വാഗ്ദത്തം പുറപ്പെടാൻ പോകുക. നമ്മുടെ വിഷയം പുറപ്പെടാൻ പോകുക. നമ്മുടെ തലമുറകൾ പുറപ്പെടാൻ പോകുക. നമ്മുടെ ആത്മീക ജീവിതം മൂവ് ചെയ്യാൻ പോകുക. പ്രാർത്ഥന മൂവ് ചെയ്യാൻ പോകുക. വിശ്വാസം മൂവ് ചെയ്യാൻ പോകുക. അഭിഷേകത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് എത്താൻ പോകുക. ചലനങ്ങൾ വെളിപ്പെടാൻ പോകുക. പുറപ്പെടുവിക്കുന്ന ദൈവം. നാളുകളായി പുറപ്പെടാൻ കഴിയാതെ ഒതുക്കപ്പെട്ടും ഒറ്റപ്പെട്ടും അടയ്ക്കപ്പെട്ടും ഇരിക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് ഇന്ന് പകൽ വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം നിങ്ങളുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുമ്പോൾ ചിലത് പുറപ്പെടാൻ പോകുക. ആത്മാവിൽ നിങ്ങൾ നടക്കാൻ പോകുക. നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് പുറപ്പെടാൻ പോകുക. ദൈവം ഒരുക്കി വെച്ചതിലേക്ക് പുറപ്പെടാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പുറപ്പെടുവിക്കത്തില്ലെന്ന് അവകാശവാദം പറയുന്ന പിശാചിനെ അല്ല നിങ്ങൾ നോക്കേണ്ടത്. പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ നോക്കൂ. ആ ശബ്ദം കേൾക്കൂ. ആ ശബ്ദത്തിന് കാതേർക്കൂ. നെഗറ്റീവ് തോട്ട്സുകൾ അകത്ത് വന്നിനിയും പുറപ്പെടാൻ കഴിയത്തില്ല. ഇനിയും ഒന്നും സൃഷ്ടിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയൊന്നും കയറാൻ പറ്റത്തില്ല. അതുപോലെ കയത്തിലാണ് എന്ന് പറയാതെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഇന്ന് പകൽ കാതോർക്കൂ. ദൈവം നിങ്ങളെ കയറ്റുന്നു, പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദത്താൽ ചിലത് ഉണ്ടാക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ കാണാത്ത ചിലത് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുക. കാണാത്ത ഇടത്തേക്ക് പുറപ്പെടുക. കാണാത്ത ചില സൃഷ്ടിക്കപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു വരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി പുറപ്പെടുന്നു. നിങ്ങളെ തളർത്തുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പുറപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകൾ പുറപ്പെടുന്നു. എഴുന്നേൽപ്പിക്കത്തില്ല. അവനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല. അവൾക്ക് നടക്കാൻ പറ്റില്ല. പലതിനെ മറിച്ചു കളകിൽ ദൈവാത്മാവ് ചിലതിനെ കയറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇത് റിസീവ് ചെയ്യൂ. വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിൻ്റെ ആഴങ്ങൾക്കായി, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിക്കായി, ആത്മാവിൻ്റെ നിയോഗത്തിനായി, ഹോളി സ്പിരിറ്റിൻ്റെ പവറിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുമ്പോൾ, ആ നാദം വെളിപ്പെടുമ്പോൾ ഉണ്ടാക്കപ്പെടേണ്ടത് ഉണ്ടാക്കപ്പെടുന്നു. സൃഷ്ടിക്കപ്പെടേണ്ടത് സൃഷ്ടിക്കപ്പെടുന്നു. പുറപ്പെടേണ്ടത് പുറപ്പെടുന്നു. ആ ശക്തിയായി വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, ആഴത്തിൽ നിന്ന് ചിലത് കയറ്റപ്പെടുന്നു. ഏതെൻഡിൽ നിന്നും ചിലത് കയറി വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവർത്തികൾ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ പിതാവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. രോഗികൾ സൗഖ്യമായിരിക്കാൻ സ്തോത്രം. ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. തളർച്ചകൾ മാറിയിരിക്കാൻ സ്തോത്രം. ക്ഷീണങ്ങൾ മാറിയിരിക്കാൻ സ്തോത്രം. ബലഹീനതകൾ മാറിയിരിക്കാൻ സ്തോത്രം. ബലം വെളിപ്പെട്ടു വന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. ചിലത് പുറപ്പെടാൻ സമയമായി. ഉണ്ടാക്കപ്പെടുന്ന സമയങ്ങൾ, കയറ്റപ്പെടുന്ന സമയങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ തൻ്റെ ജനത്തിനു വേണ്ടി സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.